എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഓക്കെ, തുടങ്ങാം. അപ്പൊ ആദ്യം നമ്മൾ പഠിക്കുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഓരോന്നും നമുക്ക് ചെയ്ത് കണ്ട് മനസ്സിലാക്കി അങ്ങനെ പോകാം. നിങ്ങൾ നോക്കിയേ, നമ്മള് റിബണും കാര്യങ്ങളൊക്കെ ഇപ്പൊ കറക്റ്റ് സെറ്റ് ആയിട്ട് അറിയാന്ന് വിചാരിക്കുന്നു. റിബൺ ഉണ്ട് ഇവിടെ. നമ്മൾ ഹോം എന്ന് പറയുന്ന ഒരു ടാബ് ആണ് ഇവിടെ ബൈ ഡീഫോൾട്ട് സെലക്ട് ചെയ്തിട്ടുണ്ടാവുക. അതിൽ നോക്കി ഇവിടെ ഒരുപാട് ഗ്രൂപ്പുകൾ ഉണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചു. അതിന് ഡയലോഗ് ബോക്സ് ലോഞ്ചർ ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തിരുന്നു, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലെ. ഇവിടെ തൊട്ട് മുകളിലായിട്ട് ഏതൊരു വേർഡ് ഡോക്യുമെന്റിന്റെയും ഏറ്റവും മുകളിൽ കാണപ്പെടുന്ന ഈ ഒരു ഭാഗം, ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ടൈറ്റിൽ ബാർ എന്ന് വിളിക്കുന്നത്. എന്ത് വിളിക്കുന്നത്? ടൈറ്റിൽ ബാർ എന്ന് വിളിക്കുന്നത് കേട്ടോ. അപ്പോ ഇപ്പുറത്തു കൂടി അത് വരുന്നില്ല. ഇത് ഓഫീസ് ബട്ടൺ ആണ്. ഇത് ഓഫീസ് ബട്ടൺ ആണ്. നമ്മൾ ഇപ്പുറത്ത് പഠിച്ച ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ക്വിക്ക് ആക്സസ് ടൂൾ ബാർ ആണ് അല്ലെ. അത് ഈ കൂട്ടത്തിൽ വരുന്നില്ല കേട്ടോ. അത് മുകളിലാണുള്ളതെങ്കിലും അത് ഈ കൂട്ടത്തിൽ വരുന്നില്ല. കൂട്ടത്തിൽ കൂടാത്തതാണ് ഈ ക്വിക്ക് ആക്സസ് ടൂൾ ബാറും ഓഫീസ് ബട്ടണും. അതിന്റെ ഇപ്പുറത്തേക്കായിട്ട് വരുന്ന ഒരു ഭാഗമില്ലേ, അതായത് ആ ഡോക്യുമെന്റിന്റെ നെയിം അവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന മിനിമൈസ്, മാക്സിമൈസ്, ക്ലോസ് ബട്ടൺ ഒക്കെയുള്ള ആ ബാക്കിയുള്ള ഭാഗത്തെയാണ് നമ്മൾ ടൈറ്റിൽ ബാർ എന്ന് വിളിക്കുന്നത് കേട്ടോ. ഇനി ടൈറ്റിൽ ബാറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സെറ്റ് ഓൺ ദി ടോപ്പ് സൈഡ് ഓഫ് ദി വിൻഡോ. ടൈറ്റിൽ ബാർ എവിടെയാണ് കാണപ്പെടുന്നത്? ടോപ്പ് ആണോ ബോട്ടം ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ഞാൻ ഡയലോഗ് ബോക്സ് ലോഞ്ചർ പറഞ്ഞ പോലെ പലരോട് ചോദിക്കുമ്പോഴും പല ഉത്തരങ്ങൾ റൈറ്റില്, ലെഫ്റ്റില്, ടോപ്പില്, ബോട്ടത്തിൽ ഏത് ഒരൊറ്റ ഓപ്ഷൻ ആണ് ഞാൻ ചോദിക്കുന്നത്. അപ്പൊ പലർ ABCD ഓപ്ഷൻ ആണ്. അതൊന്നുമില്ല. ടൈറ്റിൽ ബാർ എപ്പോഴും എന്താണ്, മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ടോപ്പ് സൈഡിലാണ് ടൈറ്റിൽ ബാർ സ്ഥിതി ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി വെക്കാം. Title bar displays the title of the document on which you are currently working on. നിങ്ങൾ ഇപ്പോൾ ഏത് ഡോക്യുമെന്റിലാണ് വർക്ക് ചെയ്യുന്നത് അതിന്റെ പേരാണ് അവിടെ മുകളിൽ എഴുതി കാണിക്കുക കേട്ടോ. നിങ്ങളിപ്പോ ഏത് ഡോക്യുമെന്റിലാണോ വർക്ക് ചെയ്യുന്നത് അതിന്റെ നെയിം അവിടെ മുകളിൽ എഴുതി കാണിക്കും. ഓക്കെ യെസ്, ഇവിടെ കണ്ടോ, ഇവിടുത്തെ ഡോക്യുമെന്റിന്റെ പേര് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇവിടുത്തെ ഡോക്യുമെന്റിന്റെ പേര് എന്താ നോക്കിയത് നിങ്ങള്? ഡോക്യുമെന്റ് 1 എന്നുള്ളതാണ് ഇവിടുത്തെ പേര്. ഡോക്യുമെന്റ് 1 എന്നുള്ളതാണ് പേര്. ഇവിടെ നമുക്ക് എന്ത് പേര് കൊടുക്കാൻ പറ്റും? നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടി പറ്റും അല്ലെ. നമ്മുടെ ഡോക്യുമെന്റിന്റെ പേര് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. ബൈ ഡീഫോൾട്ട് ഒരു വേർഡ് ഡോക്യുമെന്റ് നമ്മള് ഒന്നും സേവ് ചെയ്തിട്ടില്ല എങ്കിൽ ബൈ ഡീഫോൾട്ട് അതിന്റെ പേര് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡോക്യുമെന്റ് 1 എന്നായിരിക്കും. അപ്പൊ ഈ പേജിൽ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ടൈറ്റിൽ ബാർ എന്ന് പറയുന്നത് മുകളിലായിട്ട് ടോപ്പ് സൈഡിലായിട്ടാണ് കാണപ്പെടുന്നത്. ടൈറ്റിൽ ബാർ ഡിസ്പ്ലേ ദ ടൈറ്റിൽ ഓഫ് ദി ഡോക്യുമെന്റ് വിച്ച് യു ആർ കറന്റ്ലി വർക്കിംഗ് ഓൺ. നിങ്ങൾ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡോക്യുമെന്റിന്റെ കറന്റ് ആയിട്ടുള്ള നെയിം ഡിസ്പ്ലേ ചെയ്യുന്നതാണ് ടൈറ്റിൽ ബാർ എന്ന് നോട്ട് ചെയ്തു വെക്കാം. പിന്നെ നിങ്ങൾക്ക് എന്താണ്, ഫസ്റ്റ് ഡോക്യുമെന്റ് നിങ്ങളിപ്പോ ഒരു കമ്പ്യൂട്ടർ ഓൺ ചെയ്ത് നിങ്ങൾ ഒരു വേർഡ് ഡോക്യുമെന്റ് ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാല് ആ ഡോക്യുമെന്റിന്റെ പേര് ബൈ ഡീഫോൾട്ട് ആയിട്ട് വരുന്നത് ഡോക്യുമെന്റ് 1 എന്നുള്ളതാണ് കേട്ടോ. ബൈ ഡീഫോൾട്ട് ആയിട്ട് അതിന്റെ പേര് എന്തായിരുന്നു ചോദിച്ചു കഴിഞ്ഞാല് ഡോക്യുമെന്റ് 1 എന്ന് പഠിച്ചു വെക്കാം. ആസ് യു ഓപ്പൺ അഡീഷണൽ ന്യൂ ഡോക്യുമെന്റ്സ് വേർഡ് നെയിംസ് സീക്വൻഷ്യലി, അതായത് ഫസ്റ്റ് ഒരു ഡോക്യുമെന്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ബൈ ഡീഫോൾട്ട് നെയിം എന്ന് പറയുന്നത്, ഇത് ചോദ്യമാണ് കേട്ടോ, ഇത് PSC ചോദിച്ച ചോദ്യമാണ്, ഡോക്യുമെന്റ് 1 എന്നുള്ളതാണ്. ഇനി രണ്ടാമതൊരു ഡോക്യുമെന്റും കൂടെ ഓപ്പൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് എന്തായിരിക്കും? അതിന്റെ പേര് സീക്വൻഷ്യലി ഡോക്യുമെന്റ് 2 എന്നുള്ളതായിരിക്കും കേട്ടോ. സ്പേസ് ഇല്ലാതെയാണ് എഴുതിയിരിക്കുന്നത്. നോക്കി നിങ്ങള്, ഡോക്യുമെന്റ് 1 പിന്നെ അടുത്തത് ഡോക്യുമെന്റ് 2, ഡോക്യുമെന്റ് 3 എന്നുള്ളതായിരിക്കും ഉണ്ടാവുക. ഞാനിപ്പോ ഇവിടെ കുറച്ച് വേർഡ് ഡോക്യുമെന്റ് ഒക്കെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് പല ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഓപ്പൺ ചെയ്ത് വെച്ചായിരുന്നു. ഇതിപ്പോ ഞാൻ 1-2 ഡോക്യുമെന്റ്സ് ഞാൻ ഇവിടെ ഓപ്പൺ ചെയ്ത് വെച്ചായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ ഇവിടെ Ctrl+N അടിച്ച് പുതിയൊരു ഡോക്യുമെന്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നോക്കിയേ, ഞാൻ ഇവിടെ ഓപ്പൺ ചെയ്ത ഡോക്യുമെന്റിന്റെ പേര് നോക്കി, ഇവിടെ മുകളിൽ ഡോക്യുമെന്റ് 6 എന്നാണ് വരുന്നത്. കണ്ടോ നിങ്ങൾ? കണ്ടോ? അതായത് സീക്വൻഷ്യൽ ആയിട്ട് അങ്ങനെ പേരുകൾ, അതായത് ഒരു സിസ്റ്റം ഓൺ ആക്കുന്ന സമയത്ത് ഫസ്റ്റ് റീസ്റ്റാർട്ട് ചെയ്ത് വരുമ്പോൾ ആദ്യത്തെ പേര് ഡോക്യുമെന്റ് 1 ആയിരിക്കും. പിന്നെ നമ്മൾ ഓരോന്ന് എടുക്കുമ്പോഴും ഡോക്യുമെന്റ് 2, ഡോക്യുമെന്റ് 3, ഡോക്യുമെന്റ് 4 എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സീക്വൻഷ്യലി പോകും കേട്ടോ. അപ്പൊ അതാണ് മനസ്സിലാക്കി വെക്കേണ്ടത്. അപ്പൊ ആദ്യത്തെ പേര് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡോക്യുമെന്റ് 1 എന്നുള്ളതായിരിക്കും എന്ന പോയിന്റ് അവിടെ നോട്ട് ചെയ്തു വെക്കാം കേട്ടോ. അതാണ് അവിടെ പറയുന്നത്. അഡീഷണൽ ഡോക്യുമെന്റ്സ് ഉണ്ടെങ്കിൽ സീക്വൻഷ്യൽ നെയിമിംഗ് ആയിരിക്കും അതിന് വരിക. ഇനി at the right end of the title bar there are 3 familiar buttons that have same function in Windows all programs. വിൻഡോസിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ അതേ ഫംഗ്ഷനാലിറ്റി തന്നെയുള്ള 3 ബട്ടൺസ് അവിടെ ടൈറ്റിൽ ബാറിന്റെ, വേർഡിന്റെ ടൈറ്റിൽ ബാറിന്റെ അറ്റത്തും വിൻഡോസിന്റെ നമ്മുടെ ഏതൊരു വിൻഡോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലും അവിടെ 3 ഫെമിലിയർ ആയിട്ടുള്ള ബട്ടൺസ് ഉണ്ട്. ഏതൊക്കെയാ? മിനിമൈസ്, മാക്സിമൈസ് ആൻഡ് ക്ലോസ്. മിനിമൈസ് അല്ലെ, മിനിമൈസ് ഉണ്ട്,
മാക്സിമൈസിന്റെ ആൻഡ് ക്ലോസ്, ഇങ്ങനെ 3 ബട്ടൺസ് നമുക്ക് അവിടെ കാണാൻ വേണ്ടി സാധിക്കും. അതെന്തിനാണ്? മിനിമൈസ് എന്ന് പറയുന്നത് തുറന്നു വെച്ച വിൻഡോ നമുക്ക് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ. മാക്സിമൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സൈസ് മാക്സിമൈസും മിനിമൈസും ഉണ്ട് അല്ലെ. അത് പിന്നെ മാക്സിമൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സൈസ് കൂട്ടാനും കുറയ്ക്കാനുമാണ്. ക്ലോസ് എന്ന് പറയുന്നത് അത് നമുക്ക് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ 3 ഓപ്ഷൻസ് ഉണ്ട്. മിനിമൈസും മാക്സിമൈസും ക്ലോസ് ബട്ടൺ ഒന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല. അതൊക്കെ എവിടെയാണെന്ന് മനസ്സിലാക്കി വെക്കാം. ടൈറ്റിൽ ബാറിലാണ് കൊടുത്തിരിക്കുന്നത് എന്ന കാര്യം മനസ്സിലാക്കി വെക്കാം കേട്ടോ. ടൈറ്റിൽ ബാറിലാണ് മിനിമൈസ് മാക്സിമൈസ് ക്ലോസ് ബട്ടൺ കൊടുത്തിരിക്കുന്നത് എന്ന പോയിന്റ് മനസ്സിലാക്കി വെക്കാം കേട്ടോ. യെസ്, ഇത് മനസ്സിലായില്ല എന്ന് ചിലർ പറയും. ഓക്കെ, യെസ്, വിൻഡോസിന്റെ ഏതൊരു ഡോക്യുമെന്റ് ഓപ്പൺ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലെ എന്തെങ്കിലും ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലും ഈ ഒരു സംഭവം വരുമല്ലോ, മിനിമൈസ് മാക്സ്. ഇപ്പൊ നോക്കിയേ, ഇപ്പൊ ഞാൻ ഇവിടെ എന്താ എടുക്കുക, ഇവിടെ ക്രോം അല്ലെങ്കിൽ എഡ്ജ് എടുത്തു. ഓക്കെ, എഡ്ജ് എടുത്ത സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ കുറെ കോഴ്സുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ യെസ്, ഇതിന്റെയൊക്കെ കാര്യങ്ങള് നിങ്ങൾക്ക് എന്താ, ഇവിടെ ഓരോ വിൻഡോ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ മിനിമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ കണ്ടില്ലേ, മാക്സിമൈസ്, യെസ്, ക്ലോസ് എന്നൊക്കെ പറയുന്ന പല ഓപ്ഷനുകൾ വിൻഡോസിലെ പല ആപ്ലിക്കേഷൻസ് ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്നില്ലേ? അതേപോലെ തന്നെ വേർഡിലും ഉണ്ട് എന്ന് ജസ്റ്റ് പറഞ്ഞു തന്നേ ഉള്ളൂ കേട്ടോ. വിൻഡോസിൽ കാണുന്ന അതേപോലെ തന്നെ മിനിമൈസ് മാക്സിമൈസ് ഓപ്ഷൻ എവിടെയുണ്ട്? വേർഡിലും ഉണ്ട് എന്നുള്ളത് ജസ്റ്റ് പറഞ്ഞു തന്നേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇവിടെ എന്തൊക്കെയാ ശ്രദ്ധിക്കേണ്ടത്? ടൈറ്റിൽ ബാറുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പോയിന്റ്സ് നമുക്ക് പഠിക്കണം? ക്വിക്ക് ആക്സസ് ടൂൾ ബാറും ഓഫീസ് ബട്ടണും ടൈറ്റിൽ ബാറിന്റെ ഭാഗമല്ല. ഒന്നാമത്തെ പോയിന്റ് അല്ലെ, അതല്ലേ ശരിക്കും ഒന്നാമത്തെ പോയിന്റ്. ഇവിടെ കൊടുത്തിരിക്കുന്ന ക്വിക്ക് ആക്സസ് ടൂൾ ബാറും ഇവിടെ കൊടുത്തിരിക്കുന്ന ഓഫീസ് ബട്ടണും എന്തിന്റെ ഭാഗമല്ല? നമ്മുടെ ടൈറ്റിൽ ബാറിന്റെ ഭാഗമല്ല. ഇവിടെ ഈ ബ്ലാക്ക് കളറിൽ റെക്ടാംഗിളിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇത് മാത്രമാണ് ഏതിന്റെ ഭാഗം? ടൈറ്റിൽ ബാറിന്റെ ഭാഗമായിട്ടുള്ളത്. അപ്പൊ ടൈറ്റിൽ ബാർ എപ്പോഴും എന്താണ്? ടോപ്പ് സൈഡ് ഓഫ് ദി വിൻഡോ ആണ് കാണപ്പെടുന്നത്. നമ്മളിപ്പോ കറന്റ്ലി വർക്കിംഗ് ആയിട്ടുള്ള ഡോക്യുമെന്റിന്റെ പേരാണ് അവിടെ എഴുതി കാണിക്കുക. ഈ പേര് നമുക്ക് മാറ്റാൻ സാധിക്കും. ഓക്കെ, ഈ പേര് നമുക്ക് മാറ്റാൻ സാധിക്കും. ഓക്കെ, യെസ്, ഡിഫോൾട്ട് ആയിട്ട് അതിന്റെ പേര് എന്തായിരിക്കും? ആദ്യം ഓപ്പൺ ചെയ്തു വരുന്ന ഡിഫോൾട്ട് ആയിട്ട് അതിന്റെ പേര് ഡോക്യുമെന്റ് 1 എന്നായിരിക്കും. പിന്നെ നമ്മളെ ഓരോന്ന് മാറ്റുന്നതിനനുസരിച്ച് സീക്വൻഷ്യലി അതിന്റെ പേരുകൾ മാറും. ഡോക്യുമെന്റ് 1 ഉള്ളത് 2ഉം 3ഉം 4ഉം ഒക്കെ ആയിട്ട് മാറും. ഓക്കെ, പിന്നെ നമുക്ക് അതിനകത്ത് 3 ഫെമിലിയർ ആയിട്ടുള്ള ബട്ടൺസ് ഉണ്ട്. മിനിമൈസ്, മാക്സിമൈസ്, ക്ലോസ് ബട്ടൺ. അത് ടൈറ്റിൽ ബാറിലാണ് കാണപ്പെടുന്നത്. യെസ്, അപ്പൊ ഇത്രയും ഭാഗങ്ങൾ ഓക്കെ ആണോ? ടൈറ്റിൽ ബാർ സെറ്റ് അല്ലേ? ഇന്നലെ പഠിച്ചതിനകത്ത് ഒന്നും കൂടി അതിന്റെ ഡിഫോൾട്ട് ആയിട്ടുള്ള പേര്. ഇവിടെ സ്പേസ് ഇല്ല കേട്ടോ. സ്പേസ് കൂട്ടിയിട്ടൊക്കെ ഓപ്ഷൻ ചോദിച്ചായിരുന്നു, പക്ഷെ സ്പേസ് ഇല്ല കേട്ടോ. ഓക്കെ, യെസ്, അപ്പൊ അത് സെറ്റ്. ഒരു ടോപ്പിക് സെറ്റ്. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെ. അപ്പൊ ദ ഓപ്ഷൻ മിനിമൈസ്, മാക്സിമൈസ് ആൻഡ് ക്ലോസ് ആർ ലൊക്കേറ്റഡ് ഇൻ ഡാഷ്. PSC ചോദിച്ചൊരു ചോദ്യമാണ്. ഇങ്ങനെ ഒരു ചോദ്യം ഇനി ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും സംശയം ഉണ്ടോ? ഒരു സംശയമില്ല. ഏതാണെന്ന് പറയാം, നമുക്ക് ടൈറ്റിൽ ബാർ ആണെന്ന് പറയാൻ വേണ്ടി സാധിക്കും അല്ലെ. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, സെറ്റ് ആണ്. ഇനി അടുത്തത് ഓഫീസ് ബട്ടൺ. കഴിഞ്ഞ ദിവസം ആരോ സംശയമായിട്ട് ചോദിച്ചായിരുന്നു, ഓഫീസ് ബട്ടൺ എന്ന് പറയുന്നത് വേർഡിന്റെ സ്റ്റാർട്ട് മെനു ആണോ എന്ന് ചോദിച്ചിരുന്നു. അതായത് നമ്മൾ വിൻഡോസിലൊക്കെ താഴെ സ്റ്റാർട്ട് എടുത്തിട്ട് ഇങ്ങനെ പോകില്ലേ, അങ്ങനെയുള്ള ഒരു മെനു ആണോ ഓഫീസ് ബട്ടൺ എന്ന് ചോദിച്ചിരുന്നു. അങ്ങനെയുള്ള ഒരു മെനു ആണോ? അല്ല. ഓഫീസ് ബട്ടൺ എന്ന് പറയുന്നത് എന്താണ്? യെസ്, ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഓഫീസ് ബട്ടൺ. നിങ്ങൾ നോക്കിയേ, യെസ്, ഇവിടെ ഇങ്ങനെ ഈ റൗണ്ട് ഷേപ്പിലുള്ള ഇവിടെ ക്ലിക്ക്, ഇതാണല്ലോ ഓഫീസ് ബട്ടൺ. ഇതിൽ നോക്കി, ഇതിലുള്ള ഓപ്ഷൻസ് നോക്കി, ന്യൂ, ഓപ്പൺ, സേവ്, സേവ് ആസ്, പ്രിന്റ്, പ്രിപ്പയർ, സെൻഡ്, പബ്ലിഷ്, ക്ലോസ്. ഓക്കെ, ഇതിൽ സേവ് ചെയ്യണം. എങ്ങനെ? വേർഡ് ഡോക്യുമെന്റ് ആയിട്ട്, വേർഡ് ടെംപ്ലേറ്റ് ആയിട്ട്. 2003 ഡോക്യുമെന്റ് ആയിട്ട് സേവ് ചെയ്യണോ? ഓപ്പൺ ഡോക്യുമെന്റ് ആയിട്ട് സേവ് ചെയ്യണോ? PDF XPS ആയിട്ട് സേവ് ചെയ്യണോ? പിന്നെ അതർ ഫോമാറ്റിൽ സേവ് ചെയ്യണോ? എങ്ങനെ സേവ് ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇത് ഓരോന്നും പഠിക്കണമെന്നില്ല, അപ്പൊ തൽക്കാലം ഇവിടെ പഠിക്കണമെന്നില്ല. പക്ഷെ ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് അല്ലെ. നമുക്ക് വേർഡ് ഫയൽ എങ്ങനെയൊക്കെ സേവ് ചെയ്യാം? PDFലും XPSലും നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അത് ഫയൽ ഫോർമാറ്റ് ആണ് കേട്ടോ. ഫയലിന്റെ വിവിധ തരത്തിലുള്ള ഫോർമാറ്റുകളാണ് PDF-ഉം XPS-ഉം. ഓക്കെ, നമുക്ക് വിശദമായിട്ട് പിന്നീട് നോക്കാം. ഇപ്പൊ ഇതൊക്കെ കാണുന്ന സമയത്ത് നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, എന്താണ് ഓഫീസ് ബട്ടന്റെ ഡ്യൂട്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കതിന്റെ തിയറി കാര്യങ്ങളിലേക്കും ഡെഫിനിഷനിലേക്കും ഒക്കെ പോകണം. എന്താണ് ഓഫീസ് ബട്ടന്റെ ഡ്യൂട്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഓഫീസ് ബട്ടന്റെ ഡ്യൂട്ടി? എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഓഫീസ് ബട്ടന്റെ ഡ്യൂട്ടി? ഇതില് ആ ഡോക്യുമെന്റിന്റെ എഡിറ്റിംഗ്, ഫോർമാറ്റിംഗ്, കളറിംഗ്, പിന്നെ സൈസ് കൂട്ടാൻ കുറയ്ക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഓഫീസ് ബട്ടൺ എന്തെങ്കിലും പങ്ക് വഹിക്കുന്നുണ്ടോ? ഇല്ല. ഈ ഓഫീസ് ബട്ടണിലുള്ള ഓപ്ഷൻസ് എന്ന് പറയുന്നത് എന്താണ്? യെസ്, നമ്മുടെ ഡോക്യുമെന്റിന്റെ എൻറ്റയർ ഡോക്യുമെന്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട
എൻ്റയർ ഡോക്യുമെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഇതിലുള്ളൂ അല്ലെ. ഒരു ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യുക, ഒരു ഡോക്യുമെന്റ് ക്ലോസ് ചെയ്യുക, സേവ് ചെയ്യുക, സെൻഡ് ചെയ്യുക, എൻ്റയർ ഡോക്യുമെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഓഫീസ് ബട്ടണിലുള്ളൂ. അതിന്റെ എഡിറ്റിംഗ് സൈഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ഇതിലില്ല. പുതിയതൊന്ന് ഓപ്പൺ ചെയ്യുക, പുതിയതൊന്ന് സ്റ്റാർട്ട് ചെയ്യുക, ഉള്ളത് ഓപ്പൺ ചെയ്യുക, സേവ് ചെയ്യുക, പ്രിന്റ് ചെയ്യുക, അത് സെൻഡ് ചെയ്യുക, പബ്ലിഷ് ചെയ്യുക, ക്ലോസ് ചെയ്യുക, ഇങ്ങനെ ഒരു എൻ്റയർ ഡോക്യുമെന്റുമായി ബന്ധപ്പെട്ട ആസ് എ വോൾ ഡോക്യുമെന്റുമായി ബന്ധപ്പെട്ട ഓപ്പറേഷൻസ് മാത്രമേ ഓഫീസ് ബട്ടണിലുള്ളൂ അല്ലെ. ശരിയല്ലേ? അത് തന്നെയാണ് ഇവിടെ പറയുന്നതും. Commands related to managing Word and Word documents as a whole rather than the document content. ആ ഡോക്യുമെന്റിന്റെ ഉള്ളിലുള്ള കണ്ടന്റ് എഡിറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടതൊക്കെ നമ്മൾ ആ ടാബുകളിലാണ്. ഹോം ടാബ്, ഇൻസേർട്ട് ടാബ്, പേജ് ലേഔട്ട്, വ്യൂ, റിവ്യൂ, റെഫറൻസിലൊക്കെയാണ് ഉള്ളത്. പക്ഷേ ഇവിടെ ആ ഒരു കമാൻഡ് റിലേറ്റഡ് ടു മാനേജിങ് വേർഡ് ഓർ വേർഡ് ഡോക്യുമെന്റ്, ഓക്കെ, ആ വേർഡിനെയോ വേർഡ് ഡോക്യുമെന്റിനെയോ ആസ് എ വോൾ ടോട്ടലി മാനേജ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, കണ്ടന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്, മാനേജ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, കണ്ടന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് മാനേജ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ കണ്ടന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാനേജ് ചെയ്യില്ല, ടോട്ടൽ വേർഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് മാനേജ് ചെയ്യുന്നത്. ഒരു മിനിറ്റ്. Are gathered together on a menu that displayed when you click on the Microsoft Office button. Office button ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റയർ ഡോക്യുമെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് മാനേജ് ചെയ്യുന്നത്, കണ്ടന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നില്ല. മൈക്രോസോഫ്റ്റ് ഓഫീസ് ബട്ടൺ അപ്പിയേഴ്സ് അറ്റ് ദി ടോപ്പ് ലെഫ്റ്റ് ഓഫ് ദി, ഓക്കെ, അതിൽ ഇനി ആർക്കും ആ പൊസിഷൻ ഒരു കൺഫ്യൂഷൻ വരരുത്. എവിടെയാണ്? ടോപ്പില്, മുകളിൽ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഓഫീസ് ബട്ടൺ സ്ഥിതി ചെയ്യുന്നത്. ടോപ്പ് ലെഫ്റ്റ് കേട്ടോ, ടോപ്പ് ലെഫ്റ്റിലാണ് ഓഫീസ് ബട്ടൺ സ്ഥിതി ചെയ്യുന്നത്. വെൻ യു ക്ലിക്ക് ഓൺ ദി ബട്ടൺ എ മെനു അപ്പിയേഴ്സ്. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു മെനു വരുന്നുണ്ട്, കാണിച്ചു തരണോ? മെനു അപ്പിയേഴ്സ്. അതിൽ എന്തൊക്കെയുണ്ട്? സേവ് ചെയ്യാനും സേവാസ് ചെയ്യാനും. നേരത്തെ ഒരു ഇമേജിൽ ഞാൻ കാണിച്ച പോലെ തന്നെയാണ് അതിനകത്തുള്ള കാര്യങ്ങളും. വേണമെങ്കിൽ ജസ്റ്റ് ഒന്നും കൂടെ കാണിക്കാം. ഞാൻ ഇവിടെ കണ്ടില്ലേ, ഒരു ഡോക്യുമെന്റ് ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ടോപ്പ് ലെഫ്റ്റിലായിട്ടാണ് ഓഫീസ് ബട്ടൺ കാണപ്പെടുന്നത്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോക്കിയേ, ന്യൂ, ഓപ്പൺ, സേവ് ആസ്, പ്രിന്റ്, പ്രിപ്പയർ, സെൻഡ്, പബ്ലിഷ്, ക്ലോസ് എന്നൊക്കെ പറയുന്ന പല ഓപ്ഷൻസ് കണ്ടില്ലേ. ഇതൊക്കെയാണ് ഓഫീസ് ബട്ടണിൽ ഒരു ഡോക്യുമെന്റിന്റെ മാനേജിങ്ങുമായി ബന്ധപ്പെട്ട, കണ്ടന്റിന്റെ മാനേജ്മെന്റുമായി ബന്ധപ്പെടാത്ത കുറേയധികം ഓപ്ഷൻസ് ആണ് എവിടെ കാണപ്പെടുന്നത്? നമ്മുടെ ഓഫീസ് ബട്ടണിൽ കാണപ്പെടുന്നത് കേട്ടോ. ഈ ഓപ്ഷൻസ് ഒന്ന് പഠിക്കണേ, ഇതൊന്ന് എഴുതി വെക്കുന്നത് നല്ലതാണ്. എന്തൊക്കെ ഓപ്ഷനാ? ന്യൂ, ഓപ്പൺ, സേവ് ആസ്, പ്രിന്റ്, പ്രിപ്പയർ, സെൻഡ്, പബ്ലിഷ്, ക്ലോസ് കേട്ടോ. ഇത് എഴുതി വെച്ചായിരുന്നോ നിങ്ങള്? ഓഫീസ് ബട്ടണിൽ ഡോക്യുമെന്റുമായി ബന്ധപ്പെട്ട, കണ്ടന്റുമായി ബന്ധപ്പെടാത്ത ഇത്തരം കാര്യങ്ങളാണ് ഇതിനകത്തുള്ള ഓപ്ഷൻസ്. ഒരു മെനു ആണ് അവിടെ ഓപ്പൺ ചെയ്തു വരിക കേട്ടോ. ഓക്കെ, ടോപ്പ് ലെഫ്റ്റിലാണ് കാണപ്പെടുന്നത്. When you click on the button on the menu appears. From this menu you can create a new document. പുതിയൊരു ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യാം, എക്സിസ്റ്റിംഗ് ഡോക്യുമെന്റ് ഓപ്പൺ ചെയ്യാം, സേവ് ചെയ്യാം, സേവാസ് ചെയ്യാം, പ്രിന്റ് ചെയ്യാം. സേവും സേവാസ് തമ്മിലുള്ള വ്യത്യാസവും കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് എടുക്കാൻ മതി കേട്ടോ. സേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഒരു പാത്ത് സെറ്റ് ചെയ്ത് സേവ് ചെയ്തെടുത്തേക്കാണ് അത് വീണ്ടും സേവ് ആവുന്നത് അല്ലെ. സേവാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? പുതിയൊരു പാത്ത് സെറ്റ് ചെയ്യാം, എവിടെയാണ് അത് സേവ് ചെയ്യേണ്ടതെന്നുള്ള പാത്ത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഏത് ലൊക്കേഷൻ, പാത്ത് ഓർ ലൊക്കേഷനിലേക്ക് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സേവാസ് ഓപ്ഷൻ. ഓൾറെഡി സേവ് ചെയ്തതിനെ ഒന്നും കൂടെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സേവ് എന്ന് പറയുന്ന ഓപ്ഷൻ അവിടെ ഉള്ളത്. അപ്പൊ അതൊക്കെ എവിടെ ഉണ്ട്? നമ്മുടെ ഓഫീസ് ബട്ടണിലുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ടോപ്പ് ലെഫ്റ്റിലാണ് ഈ പറയുന്ന ഓഫീസ് ബട്ടൺ കാണപ്പെടുന്നത് എന്ന പോയിന്റും അവിടെ നോട്ട് ചെയ്ത് വെച്ചു. ഓക്കെ, അപ്പൊ അതും മനസ്സിലാക്കി. ഓക്കെ, അപ്പോ ജസ്റ്റ് ടൈറ്റിൽ ബാർ എന്താന്നുള്ളത് മനസ്സിലായി. ഡോക്യുമെന്റ് 1 എന്നുള്ളതാണ് ഡിഫോൾട്ട് ആയിട്ടുള്ള അതിന്റെ പേര്. നമുക്കത് മാറ്റാം, സീക്വൻഷ്യലി ആ നമ്പറുകൾ ഇങ്ങനെ മാറി വരും എന്നുള്ളത് മനസ്സിലാക്കി. പിന്നെ ഒരു ഡോക്യുമെന്റുമായി ബന്ധപ്പെട്ട, എൻ്റയർ ഡോക്യുമെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഓഫീസ് ബട്ടൺ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. അതിൽ കണ്ടന്റിന്റെ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിലില്ല, ടോപ്പ് ലെഫ്റ്റിലാണെന്നുള്ളത് മനസ്സിലാക്കി. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി ഈ ഒരു ഭാഗം, ഇത്രയും ഭാഗം, ആ ഓഫീസ് ബട്ടന്റെ തൊട്ടപ്പുറത്തായിട്ട് കാണപ്പെടുന്ന ആ ഒരു ഭാഗം അല്ലെ, നമ്മൾ കണ്ടതാണ്. ക്വിക്ക് ആക്സസ് ടൂൾ ബാർ എന്നുള്ളതാണ് ഇതിനെ വിളിക്കുക. അതായത് നമുക്ക് ഏറ്റവും പെട്ടെന്ന് ആവശ്യമുള്ള കമാൻഡ്സിനെ നമുക്ക് ഫ്രീക്വന്റ് ആയിട്ട് എപ്പോഴും ആവശ്യമുള്ളത് സേവ് ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അൺഡു ചെയ്യുക, റീഡു ചെയ്യുക, ഇതൊക്കെ നമുക്ക് എപ്പോഴും ആവശ്യമുള്ളതാണ് അല്ലെ. അപ്പൊ നമുക്ക് ക്വിക്ക്
ക്വിക്കായിട്ട് ആക്സസ് വേണ്ട, ആക്സസ് ആവശ്യമുള്ള പിന്നെ കാര്യങ്ങളാണ് നമ്മൾ ക്വിക്ക് ആക്സസ് ടൂൾ ബാറിൽ കൊണ്ടുവരിക. ഓക്കെ, ക്വിക്ക് ആക്സസ് ടൂൾ ബാർ പ്രൊവൈഡ് യു ടു ആക്സസ് ദ കമാൻഡ്സ് ഫ്രീക്വന്റ്ലി യൂസ്ഡ്. നിങ്ങൾക്ക് എപ്പോഴെപ്പോഴും ആവശ്യമുള്ള കാര്യങ്ങളാണ് ക്വിക്ക് ആക്സസ് ടൂൾ ബാറിലേക്ക് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുക. ബൈ ഡിഫോൾട്ട് അതിൽ 3 ഓപ്ഷൻ ആണ് ഉള്ളത്. നമ്മളൊരു വേർഡ് ഡോക്യുമെന്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അതിന് 3 ഓപ്ഷൻ ആണുള്ളത്. ഏതൊക്കെയാണ്? സേവ്, അൺഡു, റീഡു. ക്ലിയർ അല്ലേ? 3 ഓപ്ഷൻ ആണുള്ളത്. ഏതൊക്കെയാണ്? സേവും, അൺഡുവും, റീഡും. ഈ 3 ഓപ്ഷൻ അപ്പിയേഴ്സ് ഓൺ ദ ക്വിക്ക് ആക്സസ് ടൂൾ ബാർ. യു ക്യാൻ യൂസ് സേവ് ടു സേവ് യുവർ ഫയൽ, അൺഡു ടു റോൾ ബാക്ക്. അൺഡു എന്താണെന്നുള്ളത് ഞാൻ പറയണം. അൺഡു എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്തതിനെ ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ അതിന്റെ മുന്നത്തെ സ്റ്റേജിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. റോൾ ബാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏത് അൺഡു എന്ന് പറയുന്ന ഓപ്ഷൻ. റീഡു എന്ന് പറഞ്ഞത് റോൾ ബാക്ക് ചെയ്തതിനെ തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതൊന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് അറിയാം. അപ്പൊ സേവ്, അൺഡു, റീഡു എന്ന് പറയുന്ന ഏതൊക്കെയാ? സേവ്, അൺഡു, റീഡു എന്ന് പറയുന്ന 3 ഓപ്ഷൻ ആണ് ക്വിക്ക് ആക്സസ് ടൂൾ ബാറിൽ ബൈ ഡീഫോൾട്ട് ആയിട്ട് ഉണ്ടാവുക. എന്നാൽ അത്രയും ഓപ്ഷൻസ് മാത്രമേ ക്വിക്ക് ആക്സസ് ടൂൾ ബാറിൽ ഉൾപ്പെടുത്താൻ വേണ്ടി സാധിക്കുള്ളൂ? പറ. ക്വിക്ക് ആക്സസ് ടൂൾ ബാറിൽ ഈ 3 ഓപ്ഷൻസ് മാത്രമേ പറ്റുള്ളൂ? അല്ല, നമുക്ക് എന്ത് ചെയ്യാം? കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. എങ്ങനെ? ന്യൂ, ഓപ്പൺ, സേവ്, ഇമെയിൽ, ക്വിക്ക് പ്രിന്റ്, പ്രിന്റ് പ്രിവ്യൂ, സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ, അൺഡു, റീഡു, ഡ്രോ ടേബിൾ. യെസ്, ഇങ്ങനെ കുറെ അധികം കമാൻഡ്സ് വേണമെങ്കിൽ നമുക്ക് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കും. പക്ഷേ നമ്മൾ ബൈ ഡീഫോൾട്ട് ആയിട്ട് ഉണ്ടാകുന്നതാണ് ഇവിടെ പറഞ്ഞത് സേവും, അൺഡുവും, റീഡും. അതെങ്ങനെ ഉൾപ്പെടുത്താൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഏതാ നോക്കി, നിങ്ങൾ ഏതാ ക്വിക്ക് ആക്സസ് ടൂൾ ബാറിൽ ഞാൻ ഇവിടെ ഓപ്പൺ ചെയ്തൊരു ഡോക്യുമെന്റിലെ സേവ് ഉണ്ട്, അൺഡു ഉണ്ട്, റീഡു ഉണ്ട്. ഈ 3 ഓപ്ഷൻ ആണ് ബൈ ഡീഫോൾട്ട് അവിടെ ഉള്ളത്. ഓക്കെ, ഇവിടെ കണ്ടോ നിങ്ങൾ ഒരു ആരോ മാർക്ക് കണ്ടോ? കസ്റ്റമൈസ് ക്വിക്ക് ആക്സസ് ടൂൾ ബാർ എന്ന് പറയുന്ന ഓപ്ഷൻ കണ്ടോ? ഇവിടെ കാണുന്നുണ്ടോ? കസ്റ്റമൈസ് ക്വിക്ക് ആക്സസ് ടൂൾ ബാർ കാണുന്നുണ്ടോ? യെസ്, കസ്റ്റമൈസ് ക്വിക്ക് ആക്സസ് ടൂൾ ബാർ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ നിങ്ങൾ കുറെ ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ മോർ കമാൻഡ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻസിലേക്ക് പോകും. ബൈ ഡീഫോൾട്ട് ഇവിടെ നിങ്ങൾ കണ്ടോ സേവ്, അൺഡു, റീഡു എന്ന് പറയുന്ന 3 ഓപ്ഷൻസ് മാത്രമേ ഉള്ളൂ. നമുക്ക് എന്താണോ വേണ്ടത് അത് നമുക്ക് എന്ത് ചെയ്യാം? അത് അങ്ങോട്ടേക്ക് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും കേട്ടോ. ഓക്കെ, യെസ്. ഇപ്പൊ ഞാൻ പാരഗ്രാഫും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നോക്കിയാൽ നിങ്ങള് യെസ് ഇവിടെ കണ്ടോ പാരഗ്രാഫിന്റെ ഒരു സിമ്പൽ വന്നത് കണ്ടോ ക്വിക്ക് ആക്സസ് ടൂൾ ബാറിൽ. അപ്പൊ നമ്മൾ എന്താണോ കൊടുക്കുന്നത് അതും കൂടി അവിടെ ഇന്റഗ്രേറ്റഡ് ആയിട്ട് വരും കേട്ടോ. സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ കൊടുത്തു കഴിഞ്ഞാൽ സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ കൂടെ അവിടെ വന്നു. ഓക്കെ, അപ്പൊ നമുക്ക് എപ്പോഴെപ്പോഴും ആവശ്യമുള്ള കാര്യങ്ങളാണ് ക്വിക്ക് ആക്സസ് ടൂൾ ബാറിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്നത് കേട്ടോ. അപ്പൊ ബൈ ഡീഫോൾട്ട് ഏതാ ഉണ്ടാവാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ബൈ ഡീഫോൾട്ട് ആയിട്ട് ഉണ്ടാവുന്നത് സേവും, അൺഡുവും, റീഡും ആണ്. പക്ഷെ ഇത്രയും ഓപ്ഷൻസ് നമുക്ക് അവിടെ നിന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. നമുക്ക് ക്വിക്ക് ആക്സസ് ടൂൾ ബാറിനെ കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കാം. ഓക്കെ അല്ലേ? യെസ്, ഓക്കെ അല്ലേ? ക്വിക്ക് ആക്സസ് ടൂൾ ബാറിനെ ബൈ ഡീഫോൾട്ട് ഉള്ളതും നമുക്ക് മാറ്റാൻ വേണ്ടി പറ്റും വേണമെങ്കിൽ. ഓക്കെ, നമുക്ക് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇവിടെ ഓൾറെഡി ഇവിടെ ഉള്ളതുണ്ട്. ഞാൻ എന്ത് ചെയ്യുന്നു? സേവും, യെസ്, അൺഡുവും, റീഡും എല്ലാം മാറ്റി. ഇത് മാറ്റിയിട്ട് ഞാൻ എന്ത് ചെയ്യാന്നറിയോ? യെസ്, ആകെ എനിക്ക് എന്താണ്, ഞാൻ ആ ഡ്രോ ടേബിളും പാരഗ്രാഫും മാത്രമായിട്ട് കൊടുത്തു. ഓക്കെ, ഒക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം, ഉള്ളത് മാറ്റുമൊക്കെ ചെയ്യാം. ബൈ ഡീഫോൾട്ട് അവിടെ ഓപ്പൺ ചെയ്യുമ്പോൾ അൺഡു, റീഡു, പിന്നെ അൺഡും, സേവും, അൺഡു, റീഡു ആണുള്ളത്. അത് നമുക്ക് ഈ ഓപ്ഷനകത്ത് നിന്ന് എടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ള ക്വിക്ക് ആയിട്ട് ആവശ്യമുള്ള ഇപ്പൊ ടേബിൾ വരയ്ക്കുന്ന കാര്യം മാത്രം ഒരാൾക്ക് ചെയ്യാനുണ്ടെങ്കിൽ അത് മാത്രമായിട്ട് അവിടെ വെക്കാം കേട്ടോ. ഓക്കെ, യെസ്, അത് മാത്രമായിട്ട് വെക്കാം. മോർ കമാൻഡ്സ് എടുത്തിട്ട് ഇവിടെ ഞാൻ പാരഗ്രാഫ് ഒന്ന് ഓപ്പൺ ചെയ്ത് വെച്ചായിരുന്നു. അത് പിന്നെ റിമൂവ് ചെയ്യാൻ വേണമെങ്കിൽ കേട്ടോ, ഇങ്ങനെ റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടുന്ന് എടുത്തിട്ട് ഓപ്പൺ ചെയ്യാൻ ഫോണ്ട് ആണ് എനിക്ക് എപ്പോഴും വേണ്ടെങ്കിൽ അത് ചെയ്യാം. അപ്പൊ ഏതാണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടി സാധിക്കും കേട്ടോ. അതാണ് ക്വിക്ക് ആക്സസ് ടൂൾ ബാറിന്റെ ഒരു പ്രത്യേകത. ക്ലിയർ അല്ലേ? അപ്പൊ ക്വിക്ക് ആക്സസ് ടൂൾ ബാർ എന്താണ്? യെസ്, പിന്നെ അത് ഓഫീസ് ബട്ടന്റെ തൊട്ട് റൈറ്റ് സൈഡിലായിട്ടാണ് കാണപ്പെടുന്നത്. ബൈ ഡീഫോൾട്ട് അതിൽ 3 ഓപ്ഷൻ ആണുള്ളത്. സേവും, അൺഡു, റീഡും ആണ്. പക്ഷെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇഷ്ടമുള്ളതിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, സെറ്റ് അല്ലേ? ക്വിക്ക് ആക്സസ് ടൂൾ ബാറും ഓക്കെ അല്ലേ? അപ്പൊ നമ്മളിപ്പോ ടൈറ്റിൽ ബാർ പഠിച്ചു, അതിന്റെ പേര് എങ്ങനെയാ കൊടുക്കുന്നത് കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. മിനിമൈസ്, മാക്സിമൈസ് ബട്ടണും കാര്യങ്ങളൊക്കെ പഠിച്ചു. പിന്നെ ഓഫീസ് ബട്ടൺ പഠിച്ചു. ഒരു ഡോക്യുമെന്റിന്റെ എൻറ്റയർ വോൾ ആസ് എ വോൾ ഡോക്യുമെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഓഫീസ് ബട്ടണിലുള്ളത്. അതിന്റെ എഡിറ്റിംഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ നമുക്ക് ഓഫീസ് ബട്ടണിൽ അവൈലബിൾ അല്ല. യെസ്, ഓക്കെ. ലൊക്കേഷൻ ടോപ്പ് ലെഫ്റ്റ് തന്നെ പറയാൻ വേണ്ടി സാധിക്കും. ഓഫീസ് ബട്ടന്റെ തൊട്ട് ലെഫ്റ്റ് ഇതായിട്ട്, അപ്പൊ ടോപ്പ് ലെഫ്റ്റ് തന്നെയാണ് ക്വിക്ക് ആക്സസ് ടൂൾ ബാറിന്റെ പൊസിഷൻ എന്നും നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, യെസ്. ഇനി അതും കഴിഞ്ഞ് ഇപ്പൊ ഇതിനകത്ത് ഇതെല്ലാം മനസ്സിലായില്ലേ? നോക്കി നിങ്ങൾ, ക്വിക്ക് ആക്സസ് ടൂൾ ബാർ മുകളിലുണ്ട്. ഇവിടെ ക്വിക്ക് ആക്സസ് ടൂൾ ബാർ ഉണ്ട്. ഇവിടെ ഓഫീസ് ബട്ടൺ ഉണ്ട്. യെസ്, ഇത് റിബൺ അല്ലെ? റിബൺ
നമ്മൾ ഇന്നലെ പറഞ്ഞു ഇത് ടോട്ടലി ഇത് റിബൺ. ശരിക്കും റിബൺ ഇങ്ങനെയല്ല, ഇതും കൂടെ ആകുമ്പോഴേ റിബൺ ആവുള്ളൂ. ഈ പേരും കൂടെ, ടാബിന്റെ പേരും കൂടെ റിബണിൽ വരണം. ഓക്കെ, ഇവിടെ നിങ്ങൾ കണ്ട താഴെ ഇതാണ് സ്റ്റാറ്റസ് ബാർ. ശ്രദ്ധിച്ചോ നിങ്ങൾ, സ്റ്റാറ്റസ് ബാർ കണ്ടോ, സ്റ്റാറ്റസ് ബാർ. ഓക്കെ, ഇവിടെ പേജ് നമ്പർ, അതിൽ എത്ര വേർഡ്സ് ഉണ്ട്, പിന്നെ കുറച്ച് വ്യൂസ്, അതായത് ഒരു വേർഡിനുള്ള വ്യൂസും കാര്യങ്ങളൊക്കെ, നമുക്ക് പലതരത്തിലുള്ള വ്യൂസ് ഉണ്ട് അല്ലെ. ആ വ്യൂസ് ഒക്കെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ്, സൂം ചെയ്യാനുള്ള ഓപ്ഷൻസ്, ഇതൊക്കെ എവിടെയാണുള്ളത്? താഴെ ഈ സ്റ്റാറ്റസ് ബാറിലാണ് കാണിക്കുന്നത് കേട്ടോ. സ്റ്റാറ്റസ് ബാറിലാണ് ആ ഓപ്ഷൻസ് ഒക്കെ കാണിക്കുന്നത്. കണ്ടോ നിങ്ങൾ ബോട്ടം സൈഡിൽ കണ്ടോ സ്റ്റാറ്റസ് ബാറിൽ? സ്റ്റാറ്റസ് ബാർ കണ്ടോ? സ്റ്റാറ്റസ് ബാർ. ഓക്കെ, കണ്ടോ? ഒരു മിനിറ്റ്. ഓക്കെ, യെസ്. അപ്പോ സ്റ്റാറ്റസ് ബാർ അവിടെ ഉണ്ട്. പേജ് വ്യൂസ്, സൂം ഇൻ, സൂം ഔട്ട് ഓപ്ഷൻസ് അവിടെ ഉണ്ട്. ഓക്കെ, സെറ്റ് ആണ്. യെസ്, അപ്പൊ അത് കണ്ടു, ബോട്ടം സൈഡിലാണ്. ഇനി സ്റ്റാറ്റസ് ബാറുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് നോക്കിയാലോ. സ്റ്റാറ്റസ് ബാർ അപ്പിയർ അറ്റ് ബോട്ടം ഓഫ് യുവർ വിൻഡോ ആൻഡ് പ്രൊവൈഡ് ഇൻഫർമേഷൻ സച്ച് ആസ് കറന്റ് പേജ് ആൻഡ് ദ നമ്പർ ഓഫ് വേർഡ്സ് ഇൻ യുവർ ഡോക്യുമെന്റ്. ഓക്കെ, അത് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? പേജ് നമ്പർ കാണാൻ, എത്ര വേർഡ്സ് ഉണ്ടെന്ന് കാണാൻ, ഇതൊക്കെയാണ് നമ്മൾ സ്റ്റാറ്റസ് ബാർ മെയിൻ ആയിട്ടും അതിന്റെ യൂസേജ് എന്ന് പറയുന്നത്. ഇവിടെ ഒന്ന് നോക്കണേ, നിങ്ങൾ നോക്കണേ. ഇപ്പൊ ഇതിനകത്ത് നോക്കി, പേജ് നമ്പർ 1 ആണ്, പക്ഷെ വേർഡ്സ് ഒന്നും ഇല്ല. ഓക്കെ, ഇനി ഞാൻ ഇവിടെ എന്താണ്, ഞാൻ ഇവിടെ പച്ചവെള്ളം എഡ്യൂക്കേഷൻ എന്ന് ഞാൻ ടൈപ്പ് ചെയ്യാണ്. യെസ്, പച്ചവെള്ളം എഡ്യൂക്കേഷൻ എന്ന് ഞാൻ ടൈപ്പ് ചെയ്യാണ്. യെസ്, ഓക്കെ. ഇവിടെ നിങ്ങൾ കണ്ടോ, പേജ് നമ്പർ 1 ഉള്ളൂ, പക്ഷെ വേർഡ്സ് 2 എന്ന് കണ്ടോ? നിങ്ങൾ 2 എന്ന് കണ്ടോ? അവിടെ കാണുന്നുണ്ടോ ചെറുതായിട്ട് 2 ഔട്ട് ഓഫ് 2. ഇതിൽ ഞാൻ ഇങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നോക്കി നിങ്ങൾ, രണ്ടാമത്തെ വേർഡിൽ അതിൽ ഒരു വേർഡാണ് ഇപ്പൊ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടും സെലക്ട് ചെയ്തു. ഓക്കെ, യെസ്. ഇനി ഇങ്ങനെ കുറെ അധികം വേർഡ്സ് കൊടുത്തു കഴിഞ്ഞാൽ നോക്കി, ഇവിടെ 16 വേർഡ്സ് കണ്ടോ? നിങ്ങൾ കണ്ടോ 16 വേർഡ്സ് കണ്ടോ? യെസ്, കണ്ടോ? അപ്പൊ അതങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? യെസ്, അത് വേർഡും അതുപോലെ തന്നെ പേജ് നമ്പറും കാര്യങ്ങളൊക്കെ. ഇവിടെ നോക്കി 2 പേജായി. ഇപ്പൊ താഴെ കണ്ടോ, പേജ് 2 of 2, 2 പേജിൽ രണ്ടാമത്തേലാണ് ഇപ്പൊ നിൽക്കുന്നത്. ഇപ്പൊ ഇവിടെ കൊണ്ടുവച്ച് കഴിഞ്ഞാല് യെസ് 2 പേജിൽ ഒന്നാമത്തേലാണ്. കണ്ടോ, 1 of 2 എന്ന് കണ്ടില്ലേ? യെസ്. അപ്പോ എത്ര പേജ് ഉണ്ട്, എത്ര വേർഡ് ഉണ്ട്, എത്ര എണ്ണം സെലക്ട് ചെയ്തിട്ടുണ്ട്. യെസ്, അപ്പോ ഇതില് എത്ര വേർഡ്സ് ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് പിന്നെ എന്താ പറയാ, എത്ര പേജസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഈ സ്റ്റാറ്റസ് ബാർ യൂസ് ചെയ്യുന്നത് കേട്ടോ. സ്റ്റാറ്റസ് ബാർ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുന്നു. പിന്നെ at the right end of the status bar is view toolbar which provide tools for adjusting the views of your document. അതായത് നമ്മൾ വേർഡ് ഡോക്യുമെന്റിനെ സംബന്ധിച്ചിടത്തോളം കുറെ അധികം വ്യൂസ് ഉണ്ട് അല്ലെ. ആ വ്യൂസ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൂളും താഴെയുണ്ട്. വ്യൂസ് ഞാൻ കാണിക്കണോ? യെസ്. അതുപോലെ തന്നെ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. ഏത്? നമുക്ക് സൂം ചെയ്യാനുള്ള ഓപ്ഷൻസ്. കസ്റ്റമൈസ് സ്റ്റാറ്റസ് ബാർ. യു ക്യാൻ ചേഞ്ച് ദ ഡിസ്പ്ലേ ഓൺ ദ സ്റ്റാറ്റസ് ബാർ ബൈ ക്ലിക്കിംഗ് ദി സ്റ്റാറ്റസ് ബാർ ആൻഡ് സെലക്ടിംഗ് ദ ഓപ്ഷൻ യു വാണ്ട് ടു സെലക്ട് ആൻഡ് കസ്റ്റമൈസ് സ്റ്റാറ്റസ് ബാർ. നേരത്തെ നമ്മൾ ക്വിക്ക് ആക്സസ് ടൂൾ ബാറിൽ കണ്ട പോലെ തന്നെ നമുക്ക് ഇവിടെയും സ്റ്റാറ്റസ് ബാറിൽ എന്തൊക്കെ ഓപ്ഷൻ വേണം എന്നുള്ളത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. ഇവിടെ വ്യൂസ് ഞാൻ ആദ്യം പറയാം. വ്യൂസിലേക്കൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ കുറെ അധികം കാര്യങ്ങളുണ്ട്. അതിപ്പോ ഞാൻ തൽക്കാലം ഡിസ്കസ് ചെയ്യുന്നില്ല. ഇവിടെ നോക്കിയാൽ നിങ്ങൾ ജസ്റ്റ് വ്യൂ എടുത്തു കഴിഞ്ഞാൽ പ്രിന്റ് ലേഔട്ട് വ്യൂവിലാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത്. ഓക്കെ, ഫുൾ സ്ക്രീൻ റീഡിംഗ് വ്യൂ ഉണ്ട്. ഓക്കെ, അങ്ങനെ പല തരത്തിലുള്ള വ്യൂസ് ഉണ്ട് നമുക്ക് അല്ലെ. അപ്പൊ അതില് ആ വ്യൂസ് നമുക്ക് ഇവിടുന്ന് ആക്സസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, ഒപ്പം തന്നെ സൂമിങ്, നമുക്ക് സൂം ഇൻ ചെയ്യാനും സൂം ഔട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് അവിടെ ഉണ്ട് എന്നുള്ളതൊക്കെയാണ് മെയിൻലി നമ്മൾ പഠിക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഒന്ന് റൈറ്റ് ക്ലിക്ക്, ഇതാണല്ലോ സ്റ്റാറ്റസ് ബാർ അല്ലെ. പേജ് നമ്പറും വേർഡും കാണുന്നുണ്ട്, വ്യൂസ് കാണുന്നുണ്ട്, സൂം ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഒന്ന് റൈറ്റ് ക്ലിക്ക് അടിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നോക്കിയേ പേജ് നമ്പർ, വേർഡ് കൗണ്ട്, പിന്നെ ഇങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെയാണ് ഇവിടെ ഞാൻ സെലക്ട് ചെയ്തേക്കുന്നത്. ഇവിടെ ബാക്കിയുള്ള ഓപ്ഷൻസ്, നമുക്ക് വേണ്ട ഓപ്ഷൻസ് നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്ത് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. നേരത്തെ നമ്മൾ ക്വിക്ക് ആക്സസ് ടൂൾ ബാറിൽ ഏതൊക്കെ അവിടെ വരണം എന്ന് നമ്മൾ കസ്റ്റമൈസ് ചെയ്തില്ലേ, അതേപോലെ തന്നെ സ്റ്റാറ്റസ് ബാറിലും നമുക്ക് എന്ത് ചെയ്യാം, ഇത്രയും ഓപ്ഷൻസിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പൊ സൂം ഇവിടെ ഡിഫോൾട്ട് ആയിട്ട് എപ്പോഴും വരണമെന്നില്ല. ഇതങ്ങ് ഒഴിവാക്കി കഴിഞ്ഞാൽ സൂം അങ്ങ് പോകും കേട്ടോ. നോക്കിയാൽ നിങ്ങൾ ഇപ്പൊ സൂം പോയി കേട്ടോ. അപ്പൊ നമുക്ക് ഡിഫോൾട്ട് ആയിട്ടുള്ളത് വേർഡ് കൗണ്ടും പേജ് കൗണ്ടും വ്യൂസും
അതുപോലെ തന്നെ നമ്മുടെ സൂം സ്ലൈഡറുമാണ്. ഓക്കെ, അതല്ലാതെ നമുക്ക് എന്ത് ചെയ്യാം, ഇത് വേണമെങ്കിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് ഇത്രയും ഓപ്ഷൻസ് നമുക്ക് അവിടെ നിന്ന് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത്രേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, യെസ്. അപ്പോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ബൈ ഡീഫോൾട്ട് ഉള്ളത് ഇതൊക്കെയാണ്. ഏതൊക്കെയാ? വ്യൂസ് ഉണ്ട്, യെസ് വ്യൂസ് അല്ലെ, പേജ് വ്യൂസ് ഉണ്ട്, സൂം സ്ലൈഡറും ഉണ്ട്, സൂം പെർസെന്റേജും കാണിക്കും. ഓക്കെ, അപ്പോ ഏതൊക്കെയുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേജ് നമ്പർ, വേർഡ് കൗണ്ട്. പേജ് നമ്പറും ഉണ്ടാവും, വേർഡ് കൗണ്ടും ഉണ്ടാവും. അതിവിടെ ലെഫ്റ്റ് സൈഡിൽ. പിന്നെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ 5 ടൈപ്പ് ഓഫ് വ്യൂസ് ഇവിടെ, പ്രിന്റ് ലേഔട്ട്, ഫുൾ സ്ക്രീൻ റീഡിംഗ്, വെബ് ലേഔട്ട്, ഔട്ട്ലൈന്, ഡ്രാഫ്റ്റ്. 5 വ്യൂ ഉള്ള 5 വ്യൂ അവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. വ്യൂസ് ഇവിടെ കാണാം, 5 ടൈപ്പ് വ്യൂ ഉണ്ട് കണ്ടോ. പ്രിന്റ് ലേഔട്ട്, ഫുൾ സ്ക്രീൻ റീഡിംഗ് വ്യൂ, വെബ് ലേഔട്ട്, ഔട്ട്ലൈൻ, ഡ്രാഫ്റ്റ്, ഇങ്ങനെയുള്ള വ്യൂസ് ഇവിടെ കാണാം. ഒപ്പം തന്നെ പെർസെന്റേജ് എത്ര, 63% ഇപ്പൊ ഞാൻ സൂം ചെയ്ത് വെച്ചിട്ടുള്ളത്. സൂം സ്ലൈഡർ ഇവിടെ ഉണ്ട് കേട്ടോ. സൂം സ്ലൈഡർ ഇവിടെ ഉണ്ട്. അത് കൂട്ടാം കുറയ്ക്കാം എന്നുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ പാരഗ്രാഫും പേജും വേർഡ്സും ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ റൈറ്റ് ക്ലിക്ക് അടിച്ചു കഴിഞ്ഞാൽ ഇത്രയും ഓപ്ഷൻസ് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷനും സ്റ്റാറ്റസ് ബാറിലുണ്ട്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു.